ഈ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിൻ്റെ പ്രതീക്ഷയും അത് അമിത പ്രതീക്ഷ തന്നെയാണ് നിൽക്കുന്നത്. കണക്കുകൂട്ടലുകൾക്കൊന്നും ഒരു ക്ഷാമവും ഇല്ല എന്നുള്ളതാണ്. നല്ലത് തന്നെയാണ്. 100-ലധികം സീറ്റ് വരെ യു ഡി എഫ് കണക്ക് കൂട്ടുന്നുണ്ട്. എന്തായാലും യു ഡി എഫ് തന്നെ അധികാരത്തിൽ വരും എന്നുള്ളത് ഒരു ഉറപ്പായ കാര്യമാണ്. 100 സീറ്റിൽ അധികം നേടുമെന്നാണ് വി ഡി സതീശൻ്റെയും പ്രതീക്ഷ. നമുക്കിവിടെ ഒരു 4 ജില്ലകളിലേക്ക് പോയാൽ 4 ജില്ലകളിലായിട്ട് യു ഡി എഫിന് എത്രത്തോളം സാധ്യതയുണ്ട് എന്നാണ് ഞാൻ ഈ വീഡിയോയിൽ അന്വേഷിക്കുന്നത്. അതായത് മലപ്പുറം, എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട എന്നീ ജില്ലകളിലെ യു ഡി എഫിൻ്റെ സാധ്യതകളാണ് നോക്കുന്നത്. ഇപ്പം നമുക്കറിയാം ഈ 4 ജില്ലകളിൽ ഇപ്പോൾ 2 ഒരു യു ഡി എഫിന് അനുകൂലമായിട്ട് ഇപ്പോൾ തന്നെ നിൽക്കുകയാണ്. എത്ര എൽ ഡി എഫ് ഉണ്ടായിട്ടുള്ള കാലത്ത് പോലും യു ഡി എഫിന് അനുകൂലമായിട്ടാണ് മലപ്പുറവും എറണാകുളവും ഒക്കെ നിന്നിട്ടുള്ളത്. മലപ്പുറം എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അത് ലീഗിൻ്റെ കോട്ടയാണ്, ലീഗ് കാത്തു സൂക്ഷിക്കുന്ന ജില്ലയുമാണ്. പിന്നെ വരുന്നത് ഇടുക്കി, പത്തനംതിട്ടയാണ്. ഇടുക്കിയിലും പത്തനംതിട്ടയിലും ഒക്കെ നിലവിൽ എൽ ഡി എഫിന് ആധിപത്യം പുലർത്തിക്കൊണ്ടിരിക്കുന്ന ഇടമാണ്. പക്ഷേ പുതിയ സാഹചര്യത്തിൽ ഇതിന് മാറ്റം സംഭവിക്കും എന്നുള്ള കണക്കുകൂട്ടലാണ് യു ഡി എഫ് കേന്ദ്രങ്ങളിലുള്ളത്. ഇതിനകത്ത് മാറ്റം വരും എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരും കാണുന്നത്. ഇപ്പോൾ നമുക്കറിയാം മലപ്പുറം ജില്ല തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് ആ ജില്ലയിലെ ഏറ്റവും കൂടുതൽ നിയമസഭാ മണ്ഡലങ്ങൾ ഉള്ള ജില്ലയാണ് മലപ്പുറം. 16 നിയമസഭാ മണ്ഡലങ്ങളാണ്. 2021 കണക്കനുസരിച്ച് നോക്കുമ്പോൾ 16-ൽ 12 ഇടങ്ങളിൽ യു ഡി എഫ് ആണ്. അതായത് ലീഗിൻ്റെ കോട്ടയാണ്, പൊന്നാപുരം കോട്ടയാണ് മലപ്പുറം എന്ന് പറയുന്നത്. ഇതിൽ 4 സീറ്റ് എന്ന് പറയുന്നത് പൊന്നാനി, തവന്നൂർ, താനൂർ, നിലമ്പൂർ ഇതാണ്. ഇതില് 2021 നിലമ്പൂരിൽ എൽ ഡി എഫ് ആണ്. പക്ഷേ സമീപകാലത്ത് നടന്ന ഉപതെരഞ്ഞെടുപ്പിലൂടെ അത് എൽ ഡി എഫിന് നഷ്ടമായി, അത് യു ഡി എഫിന് അനുകൂലമായി മാറുകയും ചെയ്തു. PV അൻവർ ഇടതുമുന്നണിയിൽ നിന്ന് ഇറങ്ങിയതോടുകൂടിയാണ് അങ്ങനെ സംഭവിച്ചത്. പിന്നീട് വരുന്നത് പൊന്നാനിയും തവന്നൂരും താനൂരുമാണ്. നമുക്കറിയാം തവന്നൂരിൽ KT ജലീലാണ്. ഈ പൊന്നാനി പക്ഷേ എപ്പോഴും എൽ ഡി എഫിന് ഒരു കോട്ടയാണ്, അവരുടെ ഒരു ആധിപത്യത്തിൽ നിൽക്കുന്ന ഇടമാണ്. മലപ്പുറം ജില്ലയിൽ എൽ ഡി എഫിന്റെ ആധിപത്യം പുലർത്തി നിൽക്കുന്ന ഇടമാണ്. ആ പൊന്നാനിയില് എൽ ഡി എഫിന്റെ CPM സീറ്റ് അട്ടിമറിക്കുക എന്ന് പറയുന്നത് ഒരു പ്രയാസമേറിയ കാര്യം തന്നെയാണ്. പിന്നെ അങ്ങനെ വരുമ്പോൾ പിന്നീട് തവനൂരും താനൂരും ഇവർക്ക് നേടിയെടുക്കാൻ കഴിയും. നിലമ്പൂർ എന്നായാലും അത് നിലനിർത്തി പോകും. ഇപ്പോൾ ആര്യാടൻ ഷൗക്കത്താണ് ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ചത്. ആര്യാടൻ ഷൗക്കത്ത് തന്നെയാണ് വീണ്ടും മത്സരിക്കാനായിട്ട് ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ ആര്യാടൻ ഷൗക്കത്തിന് തന്നെ വിജയം ഉണ്ടാകുമെന്നുള്ളതും ഉറപ്പാണ്. പിന്നീട് വരുന്നത് പൊന്നാനി മാത്രമാണ്. പൊന്നാനിയെ നമുക്ക് മാറ്റി നിർത്താം. അപ്പോൾ 16-ൽ 15 സീറ്റ് യു ഡി എഫിന് അനുകൂലമായിട്ട് മാറും മലപ്പുറത്ത്. അപ്പൊ 16-ൽ 16 എന്നുള്ളത് 15-ൽ ഉറപ്പാണ്. 16 വരെയും സംഭവിക്കാം ഏതെങ്കിലും തരത്തിൽ ചില അട്ടിമറി നടന്നാൽ. പക്ഷെ 15 എന്നുള്ളത് ഉറപ്പാണ്. പൊന്നാനിയിൽ രാഷ്ട്രീയ അട്ടിമറി നടന്നാൽ മാത്രമേ 16-ൽ 16 ആകുന്നുള്ളൂ. ഇനിയിപ്പോൾ നമ്മൾ എറണാകുളത്തേക്ക് വന്നു കഴിഞ്ഞാൽ എറണാകുളത്ത് നമുക്കറിയാം എല്ലാ കാലത്തും കേരളത്തിൽ അതിശക്തമായിട്ടുള്ള ഒരു LDF തരംഗമുണ്ടാകുമ്പോഴും യു ഡി എഫിന് ഒരു നെൽക്കക്കള്ളിയുള്ള ഒരു പച്ചത്തുരുത്തായിട്ട് നിൽക്കുന്ന ജില്ലയാണ് എറണാകുളം. 14 നിയമസഭാ മണ്ഡലങ്ങൾ ഉള്ളതില് ഇപ്പോൾ 9 ഇടങ്ങളിലാണ് യു ഡി എഫിന്റെ കൈവശം ഉള്ളത്. 4 മാത്രമാണ് ഇവർക്ക് ആധിപത്യം പുലർത്താൻ നിൽക്കാൻ സാധിക്കുന്നത് യു ഡി എഫിന്, LDFന്. അതായത്
വൈപ്പിനിൽ നമുക്കറിയാം, ഈ നമ്മളിപ്പോൾ മലപ്പുറം ജില്ലയിലെ പൊന്നാനിയുടെ കാര്യം പറഞ്ഞതുപോലെയാണ് എറണാകുളം ജില്ലയിൽ വൈപ്പിൻ അത് CPM-ന്റെ ഒരു കോട്ട തന്നെയാണ്. പക്ഷേ ഇക്കുറി അവര് ഉണ്ണികൃഷ്ണനെ അവിടെ നിന്ന് മാറ്റി തൃപ്പൂണിത്തറയിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. ചില വിഷയങ്ങളിൽ പേരുദോഷം ഉണ്ടാക്കിയത് കൊണ്ട് തന്നെയാണ്. വൈപ്പിൽ എന്തെങ്കിലും സംഭവിക്കുമോ എന്നവർ കണക്ക് കൂട്ടുന്നുണ്ട്. 2016-ലും 2021-ലും LDF തന്നെയാണ്. അതുപോലെ തന്നെ കോതമംഗലം മണ്ഡലത്തിൽ 2016-ലും 2021-ലും LDF ആണ്. കളമശ്ശേരിയിൽ P. രാജീവാണ് വിജയിച്ചിരിക്കുന്നത്. കുന്നത്തുനാട്, ശ്രീനജൻ അത് സംവരണ മണ്ഡലമാണ്. ഈ 4 മണ്ഡലങ്ങളാണ്. ഇതില് എങ്ങനെ വന്നാലും ഇവർക്ക് ഒരു 14 നിയമസഭാ മണ്ഡലങ്ങൾ ഉള്ളതില് തീർച്ചയായിട്ടും അവർക്കൊരു 11 അല്ലെങ്കിൽ 12 മണ്ഡലങ്ങൾ വരെ UDF-ന് നേടിയെടുക്കാൻ കഴിയും എന്നുള്ളത് ഉറപ്പാണ്. അത് എറണാകുളം ജില്ലയിലെ കോൺഗ്രസിനൊരു സംഘടനാ സംവിധാനമുണ്ട്. ഇപ്പം മലപ്പുറം ജില്ലയിൽ ലീഗിനൊരു സംഘടനാ സംവിധാനമുണ്ട്. അതുപോലെ തന്നെയാണ് എറണാകുളത്തും. ഇനിയിപ്പോൾ ഇടുക്കിയിലേക്ക് വന്നാൽ ഇടുക്കിയിലും UDF-ന് ഇത്തവണ വലിയ നേട്ടമുണ്ടാക്കിയെടുക്കാൻ കഴിയും എന്നുള്ള കണക്കുകൂട്ടലാണ്. റോഷി അഗസ്റ്റിൻ മത്സരിക്കുന്ന ഇടം കൂടിയാണ് ഇടുക്കി. എന്നാലും ഇതൊക്കെ ഭരണവിരുദ്ധ വികാരം എന്നുള്ള തരത്തില് വലിയ തിരിച്ചടി ഉണ്ടാകും എന്നുള്ളത് മനസ്സിലാക്കുന്നുണ്ട്. പ്രത്യേകിച്ച് മലയോര മേഖലയാണ്. വന്യജീവി പ്രശ്നം അതിരൂക്ഷമായി നേരിട്ടുകൊണ്ടിരിക്കുന്നു. അതിന് ശാശ്വതമായ പരിഹാരം കണ്ടെത്താൻ ഇടതുപക്ഷ സർക്കാരിന് കഴിഞ്ഞില്ല. വലിയ പരാജയമാണ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഇവർക്ക് കണക്കുകൂട്ടലുണ്ടത് ഇടുക്കി ഒന്നടങ്കം പിടിച്ചെടുക്കാൻ കഴിയും എന്നുള്ളത്. പിന്നീട് നമ്മൾ പത്തനംതിട്ടയിലേക്ക് വന്നാൽ പത്തനംതിട്ടയിലെ 5-ൽ 5 ഇപ്പോൾ LDF ആണ്. ഇതിനകത്ത് UDF-ന് ഏറെ സാധ്യത തന്നെയാണ് നിൽക്കുന്നത്. എങ്ങനെ പോയാലും 5-ൽ 4 UDF-ന് നേട്ടം ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. അതുപോലെ ഒന്ന് ആറന്മുളയാണ്. ആറന്മുളയില് വീണ ജോർജിനെ പരാജയപ്പെടുത്തുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും ഇപ്പോൾ ആലോചിക്കുന്നത്. അവിടെ കുമ്മനം രാജശേഖരൻ മത്സരിക്കുന്നു. കോൺഗ്രസിന്റെ അബിൻ വർക്കിയുമാണ് മത്സരിക്കുന്നത്. അതിശക്തമായിട്ടുള്ള പോരാട്ടത്തിലേക്കാണ് ആറന്മുള മണ്ഡലം പോയിരിക്കുന്നത്. അതുപോലെ തന്നെ റാന്നി നിയമസഭാ മണ്ഡലത്തിൽ പ്രമോദ് നാരായണനാണ്. പ്രമോദ് നാരായണൻ കേരള കോൺഗ്രസ് മാണി വിഭാഗമാണ്. അത് കഴിഞ്ഞ തവണ 1000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ മാത്രമാണ് വിജയിച്ചത്. UDF-ൽ നിന്ന് പഴകുളം മധു മത്സരിക്കുകയാണ്. അപ്പോൾ കൂടാതെ അടൂരില് അത് സംവരണ മണ്ഡലമാണ്. വലിയ ഭൂരിപക്ഷത്തിനൊന്നും അല്ല ചിറ്റയം ഗോപകുമാർ വിജയിച്ചത്. ഇതിലും പാർട്ടിക്ക് നേട്ടമുണ്ടാക്കാൻ കഴിയും എന്നാണ് UDF കരുതുന്നത്. കൂടാതെ കോന്നി മണ്ഡലം, കോന്നിയില് അവിടെയാണ് ഒരു പ്രധാനപ്പെട്ട പ്രശ്നം നേരിടാൻ പോകുന്നത്. അതിൻ്റെ മണ്ഡലത്തിന്റെ കാര്യം നമുക്ക് പൂർണ്ണമായും അങ്ങോട്ട് പ്രവചിച്ചു നിർത്താൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. അത് അടൂർ പ്രകാശിലൂടെ കോൺഗ്രസിന്റെ തട്ടകമായിരുന്ന ഇടമാണ്. കോൺഗ്രസ് തന്നെ സ്വയം ഇല്ലാതാക്കിയ ഒരു മണ്ഡലം കൂടിയാണ്. അത് തിരിച്ചു പിടിക്കുക എന്നുള്ള വാശിയോടുകൂടിയാണ് കോന്നിയിൽ UDF പ്രവർത്തകര് നിൽക്കുന്നത്. അപ്പോൾ പിന്നെ അതുപോലെ തന്നെ തിരുവല്ലയില് മാത്യു ടി ജോസഫിനുള്ള സ്വാധീനം എന്ന് പറയുന്നത് വളരെ വലുതാണ് അവിടെ. പക്ഷേ അനൂപ് ആന്റണി മത്സരിക്കാൻ BJP-യിൽ നിന്ന് തയ്യാറെടുത്ത് നിൽക്കുന്നുണ്ട്. അങ്ങനെ വരുമ്പോഴാണ് അവിടെ മത്സരം കടുകട്ടിയായിട്ട് മാറുന്നതും. എന്തായാലും ഈ മലപ്പുറം, എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട 4 ജില്ലകളിലായിട്ട് 40 നിയമസഭാ മണ്ഡലങ്ങൾ ഉണ്ട്. ആ മണ്ഡലങ്ങളിൽ ഇവർക്ക് എങ്ങനെ പോയാലും UDF-ന് അനുകൂലമായിട്ട് ഒരു 35 സീറ്റ് വരെ നേടിയെടുക്കാൻ കഴിയും എന്നുള്ളതാണ്. 40-ൽ 35 നിയമസഭാ മണ്ഡലങ്ങൾ ഈ 4 ജില്ലകളിൽ നിന്ന് UDF-ന് നേടിയെടുക്കാൻ കഴിയും എന്നുള്ളത് ഉറപ്പായ കാര്യം തന്നെയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.